പലതും നമ്മളെ ഉസ്താദുമാർ പലരുടെയും അഭിമാനത്തിന് കോട്ടം തട്ടുണ്ടെന്നും നാം കാരണം ആരും അപമാനിതരാകരുതെന്നും പലരുടെയും വീഴ്ചകൾ നാം കാരണം പുറത്തു വരരുതെന്നും ആഗ്രഹിക്കുകയും ആ നിലക്കന്നെ പോകട്ടെ എന്നുള്ളത് കൊണ്ടുമാണ് പലതും പുറത്തു വിടാത്തത്. അത് ഇന്നും ഇന്നലെയുള്ള ഒന്നല്ല. എല്ലാം കൂടിയൊക്കെ അറിഞ്ഞാലേ ഇങ്ങക്ക് ചിലപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയൂല. മനസ്സിലായില്ലേ? അത് ഒന്നും രണ്ടൊന്നല്ല. ഹലാലും ഹറാമില്ലാത്ത നേതാക്കൾ എത്ര വെച്ചിട്ടങ്ങള് ഒക്കെ പിന്നെ അവനാൻ്റെതാ. സംഘടനക്ക് തുടങ്ങുക, പിന്നെ അവനാൻ്റെ പറയിപ്പിക്കേണ്ട ഓരോന്ന്. അപ്പൊ തൽക്കാലം മറിഞ്ഞതേറ്റ് സമാധാനിച്ചിരുന്നോളി. ഇതൊക്കെ എന്നോ നടന്നതാ. ഇത് നടന്നു എന്ന് മാത്രമല്ല, ഇതിനനുസരിച്ച് കോഴിക്കോട് ജില്ലയിൽ ചില മഹല്ലുകളുടെ പ്രശ്നങ്ങൾ വരെ തീർത്തു. അതാണ് ചൊടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വർഷങ്ങളായി പരസ്പരം കേസും കൂട്ടവുമായി നടന്നിരുന്ന ചില മഹല്ലത്തുകൾ ഒന്നിച്ചിരിക്കുകയും ആ ഒന്നിച്ചിരുന്ന് അവർ പരസ്പരം കേസുകളൊക്കെ ഒഴിവാക്കി ഒന്നിക്കുകയും ചെയ്തു. അങ്ങനെ അടിസ്ഥാനപരമായി മെല്ലെ മെല്ലെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിലാണ് ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ കേട്ട് വിവരങ്ങൾ, അതുകൊണ്ട് ഇനി വേണ്ട, ഇനി നിങ്ങളങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ വേറെ ഉണ്ടാക്കൂട്ടോ എന്ന് പറഞ്ഞത് ഇന്നാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഉസ്താദന്മാർ എന്ത് പറഞ്ഞു? നമ്മളെ അല്ലെങ്കിൽ തന്നെ നമ്മളൊരു പ്രശ്നത്തിൽ പെട്ട് രണ്ടായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഒന്നും കൂടി ഉണ്ടാക്കണ്ട, ഇനിയിപ്പോൾ ഈ പോണമാരോട് പോയിക്കോട്ടെ. ഏത് ഉസ്താദന്മാര് മഫ്സദത്തിനെ ഭയന്നുകൊണ്ട് പറയാതെ അങ്ങനെ നിന്നതാണ്. മുടി വിഷയത്തിൽ വരെ ഒരു വലിയ വിഷയമായിരുന്നല്ലോ മുടി വിഷയം. ആ മുടി വിഷയത്തിൽ വരെ ഒരു 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 തീരുമാനത്തിലെത്തിയിരുന്നു. അടുത്ത സിറ്റിംഗ് ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് കൈകാര്യം ചെയ്യണം സംഘടനകൾ തമ്മിൽ എന്ന ചർച്ചയാണ്. ആ ചർച്ചയോളം എത്തിയപ്പോൾ ആദ്യമൊക്കെ അവർ വിചാരിച്ചതൊന്നും ഒക്കൂല. പിന്നെ ഈ ഒരു സംഘടനയുടെ ഇനി സംഘടനകൾ തമ്മിൽ അവിടത്തോളം എത്തിയിരുന്നു. സംഘടനകൾ ഇനി തമ്മിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരേ വിഷയത്തിൽ പലയിടത്തും സംഘടനകളുണ്ടല്ലോ എന്നുള്ളിടത്തേക്ക് ചർച്ച വരെ എത്തിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് പിടുത്തം വിട്ടല്ലോ. സുപ്രഭാതത്തിന്റെ അതേ കഥ പോലെ സുപ്രഭാതം തുടങ്ങുമ്പോൾ ഇവര് കരുതിയത് എന്താണ്? ഒരു സത്യധാര ഏറിപ്പോയാൽ, അല്ലെങ്കിൽ ഒരു സുന്നി അഫ്കാർ, അല്ലെങ്കിൽ ഒരു കുടുംബം, ഈ തലി കെട്ടിട്ടിയ മൂല്യന്മാർ തുടങ്ങിയത് എവിടെ എത്തുകയെന്ന് അറിയാലോ. പക്ഷേ പിടിച്ചു കൊടുത്ത് കിട്ടിയില്ല. ലോകത്ത് വലിയ ചാരിറ്റി പ്രവർത്തനം കോടികൾ നടത്തുന്ന സെറ്റപ്പായിട്ടുള്ള കേഡർ സ്വഭാവത്തിലുള്ള അണികളുള്ള ആളുകൾക്ക് ഒരു സ്വിച്ച് ഇട്ടാൽ കോടികൾ കൊണ്ട് കളക്ഷൻ ചെയ്യാൻ പറ്റുന്ന സംഘടനക്ക് ഒരു പത്രം നടത്താൻ സാധിച്ചില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണില്ല. ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വാർഡ് മെമ്പർമാരുണ്ട്. ഒരു കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് മന്ത്രിമാരുണ്ട്, അധികാരം കയ്യിലുണ്ട്, പണം കയ്യിലുണ്ട്, അതിന് പറ്റിയ ആൾക്കാരുണ്ട്. പക്ഷേ 4 ആളെ കൊണ്ട് ഇത് തെറ്റില്ല എന്ന് പറയുന്ന ഒരു പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ 10-75 കൊല്ലമായി. അതിന് കഴിയാതെ വന്നപ്പോൾ, എന്നാൽ വെറും 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ മതിപ്പുള്ളൊരു പത്രങ്ങൾ മൂല്യന്മാർ നടത്തുക, അത് വിടുവോ? അതന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. അന്ന് മലപ്പുറത്ത് ചാണക്യന്റെ പേരിൽ യോഗം കൂടി എങ്ങനെ ഇത് പൊളിക്കണം എന്നാണ് കണ്ട്. ഇന്നും അതന്നെയാണ് ഒരാഗ്രഹം, പൊളിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് ആ സ്റ്റേറ്റ് കമ്മിറ്റി നിർദ്ദേശം കൊടുക്കുകയാണ്, ഇപ്രാവശ്യം ആരും ഇന്ന പത്രത്തിന്റെ വരിക്കാരാവണ്ട, അതിന്റെ പരസ്യം കൊടുക്കണ്ട. സ്റ്റേറ്റിലെ ഏറ്റവും വലിയ നേതാവിന്റെ അടുത്ത് പോയി പരസ്യത്തിന് ചെന്നു. അപ്പോൾ മൂപ്പര് പരസ്യം എടുക്കുക പറഞ്ഞിട്ട് പിന്നെ വയനാട് മറ്റേത് മറിച്ചത് ഈ കണ ഗുണ പറയാൻ കുത്തിരിക്കുക ചെയ്തത്. സുപ്രഭാതത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഒരു ബൈറ്റ് കൊടുത്തില്ല. അതേപോലെ തന്നെയാണ് അന്ന്. പിന്നെ മറ്റൊരാൾക്ക് പോയപ്പോൾ ഞങ്ങളെല്ലാവരും ബഹിഷ്കരിക്കണം എന്നാ തീരുമാനം എന്ന് പറഞ്ഞു. ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ 10% കൂടുതലാണ് വന്നത്. പിന്നെ കറ്റിത്തുരുമ്പ് കിട്ടുന്നിടത്തൊക്കെ നമ്മളെ പ്രവർത്തകർക്ക് നമ്മളെക്കാൾ വലുത് മറ്റൊരാളല്ലോ. അവനാന്റെ ആദർശത്തിന്റെ കൂടെ നിൽക്കണതിന് പകരം മറ്റോന്റെ കാര്യം ഇത് നോക്കല്ല ഞമ്മക്ക് പണി. അതാണ് നമ്മളെ പ്രശ്നം.
മനസ്സിലായ നിങ്ങൾക്ക്? ഇത് ഇവിടെ ഒന്നും നിൽക്കൂല, ഇനിയും കുത്തിത്തിരിപ്പേറ്റി വരും. കാരണം എന്താ? സുപ്രഭാതം കൊണ്ടുണ്ടാകുന്ന മെജോറിറ്റി ഞങ്ങൾക്ക് ചിന്താൻ കഴിയൂല, ഇങ്ങളും നടത്തണ്ട. മനസ്സിലായില്ലേ? പണ്ട് ആരോ തോയർന്നില്ലേ, ജിഞ്ഞോനെ ആ മോലാളിനെ പോലെ ആക്കിക്കൊണ്ടാറ്, അതിന് പറ്റില്ലെങ്കിൽ മോലാളിനെ ഇന്നെ പോലെ ആക്കിക്കൊണ്ടാറ്. ഇതാണ് ഇപ്പോൾ ഇവിടെ തീരുമാനം. ഇന്ത്യ പിന്നെ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനൽ ഇവിടെ നിന്ന് ഇല്ലാതായത് എന്താ? ഇന്ത്യ വിഷന്റെ പൈസ പിരിച്ചത് മുഴുവൻ മുസ്ലിം ലീഗിന്റെ അണികൾ എത്തുന്നതാണല്ലോ, അല്ലേ? ആ അണികളുടെ പൈസ തിരിച്ചു കൊടുത്തുക്കണോ? അത് ഞെക്കി 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 കൊന്നില്ലവര്. എന്തിയെ കുഞ്ഞാലി പിന്നെ പലർക്കും എതിരെ വാർത്ത കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം. ഞെക്കി 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 കൊന്നു. അതിന് ഷെയർ കൊടുത്ത ആൾക്കാരുടെ സ്ഥിതി എന്താ? അതേപോലെ സുപ്രഭാതനെ ഞെക്കി 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 കൊല്ലാനുള്ള ശ്രമമാണ്. അതിന് പരസ്യവും പ്രശ്നമാണ്, വാർത്തയും പ്രശ്നമാണ്, അതില് തലക്കെട്ടും പ്രശ്നമാണ്, അതിലെ എല്ലാം പ്രശ്നമാണ്. അയാൾ ചുരുക്കി പറഞ്ഞാൽ സുപ്രഭാതമാണ് പ്രശ്നം. പക്ഷെ അത് പലർക്കും മനസ്സിലാണില്ല എന്നുള്ളത് വേറൊരു ഖേദകരമായ അവസ്ഥ. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്നാണ് ചാടുക എന്നല്ലാതെ അവനാന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണത്. അതിന് ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും യാഥാർത്ഥ്യം അതാണ്. ഇതിന്റെ ഓരോന്നിന്റെ ഉള്ളുകളിൽ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടും. മനസ്സിലായില്ലേ? ഇനി ഇവർക്ക് ഇപ്പൊ ഈ പാണക്കാട് കുടുംബത്തോടുള്ള സ്നേഹമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. പാണക്കാട് കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യം കൊണ്ടോ ഒന്നുമല്ല. ഓല പള്ള നിറയണം. എവിടെയാതുള്ളത്? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വലിയ ഒച്ചയിൽ സംസാരിക്കുന്ന ഒരാളുടെ ജ്വല്ലറി പൂട്ടിച്ചു. ആര്? മയത്തിൽ സംസാരിക്കണ മറ്റൊരു നേതാവ്. ആ പാവ ജ്വല്ലറിയിട്ട് പൊയ്ക്കോട്ടെ, എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നല്ല കരുതിയത്. ഓന്നേക്കാളും വലുതാവോ? ഓന്റെ ജ്വല്ലറി പൂട്ടിച്ചു. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്ക്. ഏതെല്ലാം വിഷയത്തില് അറിയങ്ങള്? ഇവിടെ തോൽപ്പിക്കാനും വില കൊണ്ടേ കച്ചുള്ളൂ. ഓല് തോൽപ്പിക്കും, ഓല് കിട്ടല്ലാതോടെ തോൽപ്പിക്കും. മനസ്സിലായോ? കൂടെ നിന്ന് ചതിക്കും. എന്നാൽ വോട്ട് നൽകുന്ന ഈ സമുദായത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് കഴിയോ? സ്റ്റേജ് കെട്ടി ഒച്ച ഉണ്ടാക്കുക, ഗൾഫിൽ ചോര നീരാക്കുന്ന ആൾക്കാരിരുന്ന് പൈസ വാങ്ങിക്കാണ്ട് പിന്നെ പ്രവർത്തനം നടത്താന്നല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, മലപ്പുറം ജില്ലയിൽ തന്നെ രാഷ്ട്രീയപരമായി നമുക്ക് കിട്ടേണ്ട ഒരു സംസ്ഥാനം ചെയ്തു തരേണ്ട അവകാശങ്ങൾ പലതും ഉണ്ടോ? എവിടെയുള്ളത്? എവിടെയില്ല. നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കി, മലപ്പുറത്ത് മാത്രമാണ് നാട്ടിലെ കുട്ടികളെ ഇറങ്ങിയിട്ട് മണ്ണിട്ടിട്ട് കായ് വാങ്ങുക, കോൺക്രീറ്റ് ഇട്ട് റോഡിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് കായ് വാങ്ങുക. നിങ്ങൾ പിന്നെ എറണാകുളം പോയിങ്ങാണ്ട് അല്ലെങ്കിൽ അപ്പുറം പോയിങ്ങാണ്ടൊന്ന് കാണിച്ചെന്നാനി. കാരണം ഇവിടുത്തെ സംസ്കാരം അങ്ങനെ ആക്കിയേക്കാണ്. ശരിക്ക് പഞ്ചായത്തിലോ PWDയോ ചെന്ന് അവകാശം നേടിയെടുക്കേണ്ടതിന് പകരം അത് ഗൾഫിൽ നിന്ന് പൈസ വേണ്ടല്ലോ, ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെയുണ്ട്. അതിനൊരു പേരിടുക, മലപ്പുറം മോഡൽ. ഏത് വിഷയത്തിലാണുള്ളത്? ആ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത മഞ്ചേരിയാണ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഒപ്പം പ്രഖ്യാപിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് പോയി കാണണം. ഇടുക്കി ഉഗാണ്ടയിലൊന്നുമല്ല. എത്ര സുന്ദരം, എത്ര പിന്നെ സ്ഥലത്ത് അത് ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ പോലെ ഉണ്ടാക്കിയത്. നമ്മളിങ്ങനെ പല്ലിയർത്താനം പറഞ്ഞത് നടക്കും. സംഗതി ശരിയാണ്. മനസ്സിലായില്ലേ? അതിനിങ്ങനെ ഇവിടെ ചോര നീരാക്കി അധ്വാനിച്ചു വന്ന് 1 ദിർഹംസ് 10 ദിർഹംസ് 5 ദിർഹംസ് ഒരു വലിയ ആവേശം ഇങ്ങനെ പറയും. അത് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ട. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇതുവരെയും ലീഗിന്റെ പ്രാസംഗികരൊക്കെ പറഞ്ഞ നിങ്ങൾ APക്കും തല്ലുകൂടി നടന്നോളൂ. ഇവിടെ ഫാസിസം തലക്കും ഇതാണ്. ഇപ്പൊ ഫാസിസം ഇല്ല, നാസിസം ഇല്ല, ഒരു സുസൂസിയും ഇല്ല. എന്ത് ഓരോ വേത്തുക്കെട്ടും തോന്നിയപ്പോ ഓലിക്ക് കിബറുണ്ട്, അതുകൊണ്ട് അത് കളയാനാവൂല. നമ്മളിങ്ങനെ ചാടി കളിക്കാന്നല്ലാതെ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് പലർക്കൊന്നും, ഓരും മനസ്സിലാക്കണത് തന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ നേരത്തെ മുകളിലിട്ട വിഷയം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഉത്തരവാദപ്പെട്ട ആളുകളും കാന്തപുരം വിഭാഗത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഏകദേശം എല്ലാ വിഷയത്തിലും തീരുമാനമായി. ഇടക്കാലത്ത് കോളിളക്കം വന്ന മുടി വിഷയത്തിൽ വരെ തീരുമാനമായിരുന്നു. ഇനി എങ്ങനെയാണ് സംഘടനകൾ തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചർച്ച വന്നപ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം വിളിച്ചെങ്ങാണ്ട് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഇല്ല, നിഷേധിക്കട്ടെ, അപ്പോൾ ഉയരറിയും. അപ്പൊ സമുദായം ഒന്നിക്കുന്നത്, അതായത് സുന്നികൾ ഒന്നിക്കുന്നത് പലർക്കും ദഹിക്കണില്ല. പിന്നെ ഇപ്പൊ ഈ തോപ ഉണ്ടല്ലോ, ഇപ്പൊ ഇവര് പറയും എന്നാ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ തോപ അങ്ങോട്ട് വെച്ചു കൊടുത്തൂടെ? APക്കാർ തോപ ചെയ്ത് തിരിച്ചു വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സ്വീകരിച്ചൂടെ? ഇവര് സ്വീകരിച്ചിട്ടില്ലേ?
ഇപ്പൊ സാക്ഷാൽ പിന്നെ PV അൻവർ മുസ്ലിം ലീഗ് വരികയാണ് പറഞ്ഞാൽ അവർ സ്വീകരിക്കൂലേ? ഈ പിന്നെ മഞ്ഞളാംകുഴി അലി വന്നപ്പോൾ സ്വീകരിച്ചില്ല. മഞ്ഞളാംകുഴി അലി ആരാ? മുസ്ലിം ലീഗിന്റെ ഏറ്റവും ടോപ്പുള്ള 2 സീനിയർ നേതാക്കളെ നിലംപരിശാക്കിയ ആളല്ലേ? KPA മജീദിനെയും അതേപോലെ തന്നെ മഞ്ഞളാംകുഴി അലിയെയും അല്ലാതെ പറയാൻ പറ്റുമോ? MK മുനീറിനെയും അതേപോലെ തന്നെ മറ്റെന്താണ് KPA മജീദിനെയും. KPA മജീദ് ആരാ? അയാൾ പിന്നെ തോൽപ്പിച്ചതല്ലേ? അതും ഇവര് മറിച്ചു കുത്തിയതാണ്, അത് വേറെ വിഷയം, അതിനപ്പോ പറയുന്നില്ല. അപ്പൊ ഇവർ എന്താന്ന് വെച്ചാൽ അവനാന്റെ കാര്യം മാത്രം, ബാക്കി പിരിവ് നടത്തുക. മനസ്സിലായില്ലേ? എന്നിട്ട് സമുദായത്തിന്റെ ഐക്യം സ്റ്റേജിൽ കെട്ടി വയലറിയാം. ഐക്യത്തിന് ഒക്കണ നേരത്ത് ഒരു പാരി വെക്കുക. ഇതാണ് സ്വഭാവം.